ആയിരിക്കുന്നു മുകളില് ചെകുത്താൻ ക്യാമറ. ഒരു ക്യാമറയിൽ നിന്ന് മറ്റൊരു ക്യാമറയിലേക്ക്. ഇനി ക്യാമറയുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അതിന് പെനാൽറ്റി വീഴുമോ? ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആണ്. ഇന്നത്തെ സൊസൈറ്റി വളരെയധികം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ട്. പലതരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും വളരെ റീസെന്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ ലഹരിയെ കുറിച്ചുള്ള. അപ്പോൾ ഇതും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് ദിസ് കൺസേൺസ് മീ എ ലോട്ട്. അപ്പൊ ഞാനിപ്പോ ടോപ്പിക് കാര്യം എന്താ നിങ്ങൾക്ക് അറിയാം, എന്താ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടില്ല, നമ്മുടെ ഒരു കൺസേൺ, എന്റെ ഒരു സങ്കടം, അതാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ ഫിലിം. സോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഡ്രങ്കൻ സിക്ക് ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പാവപ്പെട്ട ആർക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പരിപാടിയിലാണ് ഡ്രങ്കൻ സി. അപ്പോൾ ഇൻ ദ മീൻ ടൈം നമുക്ക് ആലപ്പുഴ ഇരുമ്പോളത്തിന്റെ ഭംഗി ആസ്വദിക്കാം. ഇങ്ങനെയാണ് ചില സമയത്ത് ഇങ്ങനെ മനുഷ്യന് അനാവശ്യമായിട്ട് പോസ്റ്റ് വരും. പിന്നെ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളൊരു രീതി ലേബലിലായ കാരണം നമുക്ക് അതിനകത്തൊന്നും പറയാനുമില്ല. അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജി ഓടിക്കതച്ച് വരുന്നുണ്ട്. എല്ലാവരും ഓടിക്കുവാണോ നാട്ടുകാരിട്ട്? ഈ പരട്ട പല ഇത് ജീവകാരുണ്യ പ്രവർത്തനമൊന്നുമല്ല, ഇത് വേറെ എന്താണ്ട് പരിപാടിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കൂട്ട അട വെക്കാനുണ്ടെന്ന് പോകുന്നുണ്ട്. അതെ, റോഡിന്റെ സൈഡിലൊക്കെ ചെടിച്ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നു. അതെ, അതിന് പലതായിട്ട് വള്ളത്തിൽ തന്നെ വെച്ചിരിക്കുന്നു. അതവിടെ കിടന്നിരുന്ന വള്ളമായിരുന്നു. അതെ, അങ്ങനെയുള്ള നല്ല ഇതൊക്കെ വൃത്തിയാക്കിയോ ഇതുണ്ടല്ലേ, കനാലൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയവര്. അതിനാണ് പറയുന്നത് അഴകോട ആലപ്പുഴ. പുതിയ പദ്ധതി വല്ലതും ആണോ? അതെ, ഇത് നമ്മൾ എവിടെ നിൽക്കുന്ന നമ്മുടെ തറവാടിന്റെ വാതിക്ക് ഇതൊന്നും ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇത് അവധിയാണെന്ന്. ഓക്കെ, മഴയ്ക്ക് മുമ്പ് എല്ലാരും വീട് പിടിക്കാൻ വേണ്ടിയിരിക്കും. നേരത്തെ വന്നാന്ന് തോന്നുന്നു എല്ലാരും മദ്യം മേടിക്കാൻ. പഴയ കഴിഞ്ഞ് വരുന്ന ടൈമല്ലേ. ഇപ്പൊ ഒന്ന് ചീറ്റിച്ചല്ല എല്ലാവരും കൊച്ചു കുട്ടിയാ. ഡോറയൊക്കെ പെയിന്റ് അടിക്കേണ്ട സമയം അതിക്രമിച്ചു. ജവാന്റെ പുതിയ പോയി തുടങ്ങണം. പുതിയ മീൻസ് ബോട്ടിലിങ് അല്ലേ, അത് മാത്രമല്ലേ ഉള്ളൂ. ന്യൂ കാലൊക്കെ വൃത്തിയാക്കിട്ട് പുണ്യഭൂമിയിലോട്ട് പ്രവേശിക്കാൻ പോലെ നമ്മള്. അതെ, ഓരോ പടി അറിഞ്ഞു വെക്കണം. 25 വയസ്സല്ല, 23 വയസ്സ്. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ തറവാട്ടിലേക്ക് ചേർത്ത് ആളുണ്ടോ. ഏതെടുക്കണം ഡ്രാഗൺ സി? എടുക്കാത്ത ഏതെല്ലാം ഐറ്റംസ് എടുക്കും? റമ്മ് വേണ്ട, കഴിഞ്ഞ ദിവസം റമ്മല്ല എടുത്തത് നമ്മള്. അടിച്ചൽ ബീ ഹൈവ് ഒക്കെ വന്നിരിക്കുന്നു കേട്ടാ. ബാബിനിട്ട് കളക്ഷൻസ് ചുങ്കം ഇതില് ഇതെല്ലാം വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ജാപ്പനീസ് ബിസ്കേക്ക് വന്നിരിപ്പുണ്ട്. നോക്ക്, ഏത് വേണം നോക്ക്. ബാറിനൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൊച്ചി വെലോസിറ്റിയിലെ ഫേസ്റ്റ് വീഡിയോ. ഇവിടെ നിന്ന് പരസ്യം നോക്ക്. വാസ്കോ ട്രിപ്പിൾ ക്രൗൺ, അതേതാടോ? ട്രിപ്പിൾ ക്രൗൺ ഗാന്ധി എടുക്കണം.
സീസൺ ഉണ്ട്. ലെമോൺ, ഒരു ലെമോണിന്റെ ബിയർ ഇറങ്ങി എന്നൊക്കെ പറയുന്നു, ഉണ്ടോ ഇവിടെ? പ്ലാസ്റ്റിക് ബോട്ടിലാണോ? അല്ല, ഗ്ലാസ് ബോട്ടിലാട്ടോ. 1 ലിറ്റർ അടിപൊളി ഒരു വെറൈറ്റി ബോട്ടിലല്ലോ ബീഹൈവിന്റെ. BSOP അത്ത എങ്ങനെ കാണിച്ച് കുപ്പി കാണിച്ചതേ ഉള്ളൂ. താനെ കൊണ്ട് മേടിപ്പിക്കൂട്ടെങ്കിൽ എക്സോ അത് ഇതിനേക്കാളും നല്ലതാ. BSOPയേക്കാളും മുകളിലാണ് എക്സോ. അപ്പോൾ ഈ സെഗ്മെന്റ് നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ആവശ്യമില്ല. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബ്രാൻഡ് നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് യൂസേജ് ചെയ്യില്ല. ബിക്കോസ് വി ആർ ഗോണ ഹാവ് എ ഡിസ്കഷൻ ടുനൈറ്റ്. പിന്നെ നമ്മുടെ ഇത് ബെക്കാഡി അറിയാം, പക്ഷെ ഞാൻ ഇൻഡിവിജ്വൽ വീഡിയോ ചെയ്തതാണത്. മാജിക് മൊമെന്റ്സിന്റെ ലെമൺ ഷോരി എന്ത് സാധനമാണോ? ഡബിൾ മോൾട്ട് വിസ്കി. ഷോരി ഇവിടെ അടിയിലല്ലല്ലോ തുറക്കുന്നത്. ഷോരി ജാപ്പനീസ് ആണെന്ന് തോന്നല്ലോ സാധനം. 4 times filtered കേട്ടോ. നമ്മൾ മറ്റേക്കെ ട്രിപ്പിൾ ഡിസ്റ്റിൽഡ് ഫിൽറ്റർഡ് എന്നൊക്കെ അല്ലേ കാരണം. 4 times filtered. എത്ര രൂപയാണെന്ന് മാത്രം അറിയില്ല. 3270 രൂപയുള്ളൂ സംഭവം. ഇരിക്കട്ടെ, അത് ഈ ഷെൽഫിൽ വെക്കേണ്ട ഐറ്റം അല്ല ആക്ച്വലി. അങ്ങോട്ടേക്ക് നോക്കണ്ടോ? അവിടെ കംപ്ലീറ്റ്ലി റമ്മും ഓൾഡ് ബങ്കും നമ്മൾ ട്രൈ ചെയ്ത ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതിന്റെ കുറെ ഇറങ്ങുന്നുണ്ട്. ആയിരിക്കുന്ന സാധനത്തോട് കൊറോണയ്യേ. സോ ഇതാ 44 കാലിബർ നോക്കിയാൽ 44 കാലിബർ തന്നെയല്ലേ അതിന് പേര്. 11 കാലിബർ 1260 രൂപ. ഈ പ്രൈസ് റേഞ്ചിലുള്ള നമ്മൾ വേറെ ഏതോ നമ്മൾ കാണിച്ചില്ലായിരുന്നു ഫുള്ള്. ഏതായിരുന്നു ഞാനിപ്പോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലിമണ. അത് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ. നമ്മളെ ഒത്തിരി കാലമല്ലേ സ്മിർനോഫ് എടുത്തിട്ട്. സ്മിർനോഫ് എടുത്ത് നോക്കണോ? വേണോ? നമ്മള് ചുമ്മാ അങ്ങ് ഓടിച്ചു പോയിട്ട് കാര്യം. നമ്മള് കൃത്യമായിട്ട് നോക്കണം. ഇത് മോർണിംഗ് വോക്കേഴ്സ് നമ്മളത് ചെയ്തിട്ടില്ല. മോർണിംഗ് വോക്കേഴ്സ് കേട്ടോ. അത് ഏതാണ് ബ്രാൻഡി അല്ലേ? എക്സോ ബ്രാൻഡിയാണ് മോർണിംഗ് വോക്കേഴ്സ്. പിന്നെ അതാ വാസ്കോ നമ്മൾ ചെയ്തു. പിന്നെ ഈ ഗോൾഡൻ സ്ട്രൈപ്സ് നമ്മൾ ചെയ്തല്ലേ. ഇതിന്റെ കൂട്ടത്തിലുള്ള ഡ്രൂ ബ്രാൻഡിയാണ് നമ്മൾ ചെയ്തത്. മാൻഷൻ ഹൗസ് അല്ലേ ഇത്? ഏതാടോ? റൈസ് അല്ല ഫ്രൈസോ ഇതാ ജെഫ്രീസ് നമ്മൾ ചെയ്തത്. ജെഫ്രീസ് ഒന്നെങ്കിൽ മോർണിംഗ് വോക്കേഴ്സ് അല്ലെങ്കിൽ DCBയോ ഇതാണ്. BCB ക്ലാസിക് ബ്രാൻഡ്. ലോക്കൽ സാധനം ഒന്നും ഒരു ഫുള്ളിന് ഇത്ര 1070 രൂപ. ഓക്കെ, ദാറ്റ് ഷുഡ് ഡു ഇറ്റ്. മെക്ടോൾസിന്റെ പ്ലാറ്റിനം ഒക്കെ ഉണ്ട് കേട്ടോ. അതെ ഇതേനെ റോയൽ ആർമ്സ്. ഇവിടെ ജവാൻ കിട്ടുള്ളൂ. അല്ല പഴയ ജവാനാണ്. ഇല്ല. സോ നമുക്ക് മോർണിംഗ് വോക്കേഴ്സിൽ എടുക്കാം. ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മോർണിംഗ് വോക്കേഴ്സ് യൂസ് ചെയ്യും. എന്താ അതിലോ അല്ലേ? ഈ ഗോൾഡൻ സ്ട്രിപ്സിന് എത്ര രൂപ നീക്കിടും? കാണാൻ നല്ലൊരു നമ്മുടെ റോയൽ ചലഞ്ച് പോലെ ഒരു ബോട്ടിൽ. ബ്രാൻഡി അല്ലേ? ഇല്ലേ? 1050 60 ഇതിന് മോർണിംഗ് വോക്കേഴ്സ് എത്ര രൂപയായിരുന്നു അറിയില്ലോ? അമ്മ ഇത് തന്നെ പറഞ്ഞല്ലേ, വേറെ കൂടുതൽ ആലോചന വേണ്ട. ഇത് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഴക്കാലമാണ്, നല്ല ഉഗ്രം മഞ്ഞാണ്. നമ്മുടെ ഗ്ലാസ്സിൽ കയറി മഴക്കാലത്ത് മഞ്ഞല്ല, തണുപ്പാണ്. ആ ഈർപ്പം കയറി ഗ്ലാസ്സിൽ കയറി പിടിച്ചാലും നമുക്ക് ഒന്നുമേ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫോണിൽ നേരം വെളുത്തിരിക്കുകയാണ്. ഗ്ലാസ് എല്ലാം ക്ലിയർ ആയി, എല്ലാം സെറ്റായി. നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോ ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത്. ഒരു തറവാട് മാഗ്നറ്റ് ഹോട്ടൽ. ഇവിടെ ഒരേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ.
ചെയ്യാനും മാത്രം ഒന്നും ഇല്ല അവിടെ. വെറുതെ ഒരു ഒറ്റ മുറി കെട്ടിടത്തിനകത്ത് ഒരു ഒറ്റ വാറ് പോലെ, അതൊന്നും ഇല്ല ആക്ച്വലി സ്പെഷ്യൽ. നമ്മൾ ആ കൂടെ ചെയ്യേണ്ട അത്ര ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാനായിട്ട്. മറ്റൊരു തറവാടിപ്പ് എത്തും നമ്മുടെ ബോട്ട് ബിവറേജ് അല്ലോ. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഇടത്തെ സൈഡിൽ പ്രത്യക്ഷമാവും ആലപ്പുഴയുടെ ഹൃദയ ഭാഗമായ ബോട്ട് ജെട്ടിയിൽ ഉള്ള ബിവറേജ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കാണേ അങ്ങ് അകലെ എന്ന് പറയുന്ന പോലെ അങ്ങ് മുകളിലുണ്ട് നമ്മുടെ സ്ഥലം. ഒന്നും കാണാൻ വയ്യ. അഗൈൻ ഫോഗ് അടിച്ചു. അതുകൊണ്ട് ബെറ്റർ വി സ്റ്റോപ്പ് വ്ലോഗിംഗ് ഇൻ ദ ട്രാവൽ. ഇതാണോ കേട്ടാ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പുതിയ കടയിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പോയി നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്താണോ ടച്ചിങ്സ് മേടിക്കാൻ പോയ 1 മണിക്കൂറാണോ എനിക്ക്? കടയിൽ ആളില്ല, അപ്പുറത്ത് തിരക്കായിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അല്ലേ ഇവിടെ? എല്ലാം ഉണ്ട്. നിറങ്ങി താം എന്തൊക്കെയാണോ മേടിച്ചിട്ട് വന്നേ? സോഡ ചെറുതായിട്ട്. ഇത്രയും ചെറുതാ? എത്ര മേടിച്ചു? 3 മേടിച്ചു. വെള്ളം വലുതുണ്ട്. ഇടപാട് നേരെ അത്ര ഇരുട്ടിയിട്ടില്ല അല്ലേ? 7 മണി ആയോ? അതെ. ഇവിടൊക്കെ വെള്ളം കേറി നിറഞ്ഞല്ലേടോ? അല്ല ഇനിയിപ്പോ മഴ കൂടിക്കഴിയുമ്പോ ഇവിടെ ഒക്കെ പൊങ്ങുമല്ലോ, ഇനി മുകളിലാവല്ലോ. ഈ റോഡ് പൊങ്ങുമല്ലോ അങ്ങനെയാണെങ്കിൽ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനൊക്കത്തില്ലല്ലോ. പിന്നെ നമുക്ക് വള്ളത്തെ തുടങ്ങി വരാം ആ ജംഗ്ഷനിൽ. ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഞാൻ ആരും മിണ്ടാൻ പാടില്ല, എല്ലാരും പെടുത്തണം അതിനകത്ത്. എവിടെയെങ്കിലും മതിയപ്പാ, ഏതെങ്കിലും ഇതാ അവിടെ തന്നെ മതി. എവിടെയെങ്കിലും മതിയപ്പാ. നമുക്കിന്നിവിടെ പുറത്തൊക്കെ നിന്ന് കിട്ടിയതല്ലേ. ഡ്രാഗന്റെ ഇതാണ് കേട്ടാ, ഇതാണ് ഡ്രാഗൻ. ഞാൻ പാവം മദ്യപാനി. അപ്പൊ നമുക്കിന്ന് ഇരുട്ടടി ഇട്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളങ്ങ് തുടങ്ങാൻ വേണ്ടി മദ്യലോകം അടയ്ക്കാൻ തുടങ്ങാൻ പോയപ്പോഴേക്കും തന്നെ പണി തന്നു കറണ്ടിന്റെ രൂപത്തിൽ. എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? അതെ. അല്ലാതെ എന്നാ നമുക്ക് ഗ്ലാസ് ഉണ്ട് ബാ അവിടെ 1000 രൂപ. അപ്പോൾ ഫസ്റ്റ് കടമ്പയായ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഒരേ മോഡൽ ഇഷ്ടം പോലെ ഗ്ലാസുകളുണ്ട്. ഡ്രങ്കരാജ്. ഓക്കെ. അത് ശരിയാണ്. അപ്പൊ എപ്പോഴും ഡിസ്റ്റിൽഡ് ആൻഡ് പ്യൂരിഫൈഡ് ആണ്. ഇന്ന് ഫുൾ വീഡിയോ ഇട്ടിരുന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരുമോ ഡ്രങ്കൻ? മിക്കവാറും ഓക്കെ. അപ്പോൾ നമ്മുടെ കമ്പനിക്കാരൻ മോർണിംഗ് വോക്കേഴ്സ് എക്സോ ബ്രാൻഡി, ഇതിന്റെയൊക്കെ എക്സോ ഒക്കെ പേരിന് മാത്രമേ ഉള്ളൂ. KS ഡിസ്റ്റിലറിയുടെ വരാം കണ്ണൂരുകാരുടെ കേട്ടോ. കണ്ണൂരിന്റെ സ്വന്തം സാധനമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എത്ര രൂപയായിരുന്നു? 540. എത്രയാടും? 510 പറഞ്ഞിട്ട് ഇതിനകത്ത് 510 ആണ് കേട്ടോ എന്റെ മാർക്ക്. പക്ഷെ 540 ഞാൻ കൊടുത്തത്. ഓ തന്റെ ഫേവറേറ്റ് ഐറ്റത്തൊക്കെ പിടിച്ചല്ലേ കപ്പ. താൻ എന്ത് പോക്കുന്നോടൂ? കപ്പയും മിച്ചറും തനിക്ക് ഇഷ്ടപ്പെട്ട 2 ഐറ്റംസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും വേണ്ട. അപ്പൊ തനിക്ക് മിച്ചർ വേണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ ഇരുട്ടത്തിന് കപ്പലിന്റെ തപ്പാൻ പൊടി കയ്യിലത്തെ ഇടുന്നുണ്ട്. ഇതും മനുഷ്യനാണോ താൻ? ഒരു കപ്പലണ്ടി മേടിക്കാൻ മിച്ചറും പെറുക്കി കൊണ്ടുവന്നു പാഴൻ. അത് എരിവുള്ളതാണ്. അതുമല്ല ഇത് വെള്ളയാണോ? പൊട്ടിച്ചത് എന്തോ ആയിക്കോട്ടെ. ഈ എരിവ് അത്ര എരിവില്ല. ഒരു ചുമപ്പാണ് വേണ്ടത്. എനിക്ക് ചുമപ്പാണ് നമ്മുടെ പകോട കിട്ടുന്ന പോലെ. അപ്പൊ എന്തെങ്കിലും ആട്ടെ, എന്ത് പണ്ടാരെങ്കിലും ആട്ടെ, ഫാസ്റ്റ് കൊണ്ട് അങ്ങ് ഒഴിച്ചേക്കണം. നമ്മൾ ആ ഒരു മനസ്സിനെ മടുപ്പിച്ച് കളഞ്ഞു ഈ ഇരുട്ട്. പക്ഷെ ഇരുട്ട് നമ്മുടെ കൂടപ്പുറപ്പാണ്, നമ്മുടെ മദ്യപാനികളുടെ അല്ലേ?
കുപ്പി ഇങ്ങോട്ട് തിരിയുന്നു, ട്രങ്കിന്റെ തല അങ്ങോട്ട് തിരിയുന്നു. താൻ എന്തുകൊണ്ട് മിനി വെള്ളം മേടിച്ചില്ല? ഇല്ല, അവിടെ ആ പട്ട വലുതായിട്ട് പത്രമുണ്ട്. പണി നടത്തിയാലോ? അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഡ്രാഗൻജി. അതുപോലെ തന്നെ ലഹരിക്കെതിരെ ഉള്ളൊരു ടോപ്പിക്കും കൂടെ ആയതുകൊണ്ട് ഈ ചുറ്റുപാട് മുഴുവൻ നമ്മുടെ ഇന്നത്തെ ആ ഒരു ബോധവത്കരണം ഇന്ന് എല്ലാവരും അറിയും. കറണ്ടും ഇല്ല, ഒന്നുമില്ല, നിശബ്ദതയാണ് എല്ലായിടത്തും. അതുകൊണ്ട് കംപ്ലീറ്റ് ഈ പുന്നമട ഏരിയ, ഫിനിഷിംഗ് പോയിന്റ് ഏരിയ എല്ലാം മദ്യപാനിയുടെ ആ ഒരു ശബ്ദമായിരിക്കും എല്ലാവരുടെയും ചെവികളിൽ ഇന്ന് അലയടിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ വല്ലവരും വന്ന് തല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ പറയും. രണ്ടിലേതെങ്കിലും ഒന്ന് സുനിശ്ചിതമാണ്. പക്ഷെ അതൊന്നും നമ്മളെ ഇന്നത്തെ വീഡിയോ തളർത്തത്തില്ല. കാരണം ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ദിസ്. സോ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വെള്ളമടിക്കുന്നതല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങളുടെ ടോപ്പിക് അത് ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ നഷ്ടപ്പെടാതെ നമ്മളത് ചെയ്യും എന്നുള്ളതിന്റെ പെർഫെക്റ്റ് ഉദാഹരണമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഇരുട്ടത്തെ കറണ്ട് ഇല്ലായ്മയിൽ പോലും നമ്മൾ ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്താൽ അത് ഏതറ്റം വരെ പോയി നമ്മൾ നിറവേറ്റും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ സാഹചര്യത്തിലൂടെ നമ്മൾ ഇന്ന് പോകുന്നത്. വീഡിയോ ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ നൈറ്റ് ഈസ് ഹിയർ. പിടി പിടച്ചോ, അവിടെ കപ്പ പിടച്ച് തീരേണ്ട സമയമില്ല. ചിയേഴ്സ് ഗൈസ്. സംഭവം കൊള്ളാം. അടുത്ത റൗണ്ട് റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചുള്ള റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. എത്ര റൗണ്ട് മൈക്ക് പിടി ഒഴിച്ചോളൂ. എന്റെ റിവ്യൂ ആട്ടെ ഈ റൗണ്ട്. അതോ തവളയാണോ സൗദ്? മദ്യത്തിന്റെ മണമടിച്ചിട്ടാണോ? താങ്കൾ വെള്ളം ഒഴിച്ചോളൂ, ഞാൻ എന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. മോർണിംഗ് വോക്കോസ് എന്ന് പറഞ്ഞ എക്സോ ബ്രാൻഡിയുടെ നൗസിംഗ് എങ്ങനെയാന്ന് പറയാം. ഞാൻ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ സ്ലിം ആയിട്ടുള്ള, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ മണം. ടിപ്പിക്കൽ ബ്രാൻഡിയുടെ ഒരു കുത്തരവില്ലാത്ത മണം കേട്ടോ. സ്പിരിറ്റിന്റെ അംശം വളരെ കുറവാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്ര മണമില്ല, വളരെ തിന്നായിട്ടുള്ള മണമാണ്. നോർമൽ ഒരു ബ്രാൻഡിയുടെ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ഫ്ലേവറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ടേസ്റ്റോട് ഞാൻ എളുപ്പം തന്നെ പറയുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫോൺ ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ. ഫ്ലാഷും കൂടെ ഫുൾ ത്രൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ടിപ്പിക്കലി നമ്മുടെ ഗ്രേപ്സിന്റെ കുറെ നാളെ ഇതുപോലൊരു പ്യുവർ ഗ്രേപ്സിന്റെ ഒരു ബ്രാൻഡ് നമ്മൾ ട്രൈ ചെയ്തിട്ട്, അതുപോലെ വായിലേക്ക് ആദ്യം തന്നെ ചിലപ്പോൾ ആ ഒരു മധുരമാണ് ഫീൽ ചെയ്യുന്നത്, ബിറ്റ് ഓഫ് സ്വീറ്റ്നെസ് അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നല്ല മുന്തിരിയുടെ നല്ല ടേസ്റ്റ് ആണ്. അതായത് ഹാർഷ് ആണ്, സീസർ പോലെ കട്ടി കൂടിയ മുന്തിരിയുടെ അല്ല, കട്ടി കൂടിയ ഫ്ലേവർ അല്ല, നല്ലൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, പുതിയൊരു ബ്രാൻഡ് പറഞ്ഞുകൊണ്ടില്ല, പുതിയൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒന്നും അറിയത്തില്ല. പക്ഷേ ട്രൈ ചെയ്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ സ്മൂത്ത് ആണ് സാധനം. സത്യം പറഞ്ഞാൽ 540 രൂപയ്ക്കൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ 540 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞിട്ട് ലക്ഷങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തത്വം നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്തിരി ഒഴിച്ചു തരും മിസ്റ്റർ ഡ്രാഗൺ ജി. സോഡ ഇതാരോ വയറെ കളിക്കുന്നവരുണ്ടല്ലോ. ഇവിടെ അല്ല, പെർഫെക്റ്റ്. അതെ, പെർഫെക്ഷൻ അതാണ് ലങ്കൻജിയുടെ ഒരു കണക്കാണ് ഇതല്ലോ. സൂപ്പർ. ആ ഒരു മധുരമുള്ളതാണ്, നല്ലൊരു ഫ്ലേവർ. പിന്നെ അത് കട്ട് ചെയ്തില്ല. അപ്പോൾ ഇനിയുള്ള കർത്തവ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യലോകം നമ്മൾ അടച്ചിട്ടില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ സ്പേസിലാണ് നമ്മൾ അടിച്ചത്. അപ്പൊ ഡ്രാഗൺ നമ്മുടെ മധ്യലോകം അങ്ങ് പതുക്കെ അങ്ങ് അടച്ചേക്കും.
ഓക്കെ, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ദിസ് ഹാസ് ടു ഗോ ഓൺ. ബുധനാഴ്ച രാത്രി സംഭവിച്ച അതിദാരുണമായിട്ടുള്ള ആ ഒരു സംഭവം മാവേലിക്കരയിലുള്ളൂ. അതെ, മാവേലിക്കരയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ തെറ്റുടെ ക്ഷമിക്കണം, എവിടെ ആയാലും നമ്മുടെ കേരളത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ആ ഒരു ചിന്ത ഒരുപാടാണ് മനസ്സിനെ അലട്ടുന്നത്. എവിടെ നടന്നോട്ടെ, കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ നടന്നെന്ന് പറഞ്ഞാൽ ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ മഴ കൊണ്ട് വെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ചങ്ക് പെടയുമാണ്. നമുക്ക് അത് കേൾക്കുന്ന മനസാക്ഷിയുള്ള ഓരോ വ്യക്തിക്കും അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ല, താൻ തന്നെ കേട്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നു, ചിന്തിക്കുന്ന നമുക്കൊരു വാർത്ത ഉണ്ടായില്ല എങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്ഥാനവും ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ പോലും നമുക്കുണ്ടാകുന്ന വിഷമം. ഒരു കുഞ്ഞ് മരിക്കുക, ഒരു കുഞ്ഞ് സാധാരണ രീതിയിൽ അപകടം മറ്റു എന്തെങ്കിലും അസുഖം വന്ന് മരിക്കുക ആയപ്പോലും നമുക്കുണ്ടാവുന്ന ആ ഒരു ഹൃദയത്തിലുണ്ടാകുന്ന ആ ഒരു വിഷമം എന്ന് പറയുന്നത് ഒരുപാടാണ്. അപ്പോൾ സ്വന്തം അച്ഛൻ ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കണം. ഏത് കുഞ്ഞുങ്ങൾക്കായാലും സ്വന്തം അച്ഛൻ അമ്മമാരെന്ന് പറയുമ്പോൾ അത്രയും വിശ്വാസം, അവരുടെ ലോകം ഒരു പ്രായമാകുന്നത് വരെ അവരുടെ തിരിച്ചറിവ്, അവരുടെ ലോകം, അവരുടെ എല്ലാ നിത്യകാര്യങ്ങളും എന്ന് പറയുന്നത് അവരുടെ അച്ഛനമ്മമാരാണ്. ആ ഒരു പ്രായത്തിലുള്ള ആ ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ മഴ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി എന്ന് പറയുന്ന വാർത്ത കേട്ടപ്പോൾ ചത്തുപോയതിന് തുല്യമായി പോയി. സത്യം, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പോലും ആ കാര്യം മനസ്സിൽ ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടിക്കൊണ്ടാണ് പറയുന്നത്. കാരണം നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ പോലും നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യം. കുഞ്ഞുങ്ങളുടെ കൊലപാതകമൊക്കെ വളരെ റെയറായിരുന്നു ഒരു കാലഘട്ടം വരെ പണ്ട്. ഇപ്പോഴും അതെ, ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖമാണ് നമുക്കുണ്ടായത്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ ലഹരിക്ക് ഉണ്ടായിരിക്കുന്ന ലഹരി സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം. നിങ്ങളിൽ പലരും ഈ വീഡിയോ കാണുന്നവർ മദ്യപിക്കുന്നവർ മാത്രമല്ല. ഞാനിപ്പോ വെള്ളം അടിക്കെങ്കിൽ പോലും എനിക്ക് തിരിച്ചറിവുണ്ട്, എങ്കിൽ കൺട്രോൾ ഉണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് മദ്യപിക്കുന്നതിലൂടെ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിൽ പലരും, ഞാൻ ആരെയും എടുത്തു പറയില്ല, ഈ വീഡിയോ കാണുന്നവരായാലും ഏതവരായാലും മാരകമായിട്ടുള്ള MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ തിരിച്ചറിവാണ് അവിടെ പോകുന്നത്. നിങ്ങളുടെ സകല നിയന്ത്രണങ്ങളും നിങ്ങളിലുള്ള എല്ലാം പോവുകയാണ്. കാരണം മദ്യപിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വന്തം കൊച്ചു കുഞ്ഞിനെ വെട്ടിക്കൊല്ലത്തില്ല. ഞാൻ ഇങ്ങനെ ജീവൻ കൊണ്ട് ഞാൻ അതിന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം മദ്യത്തിന് അത്രമേലൊരു അമാനുഷികമായിട്ടുള്ളൊരു നിയന്ത്രണം ഇല്ല നിങ്ങളുടെ തലച്ചോറിലും നിങ്ങളുടെ ശരീരത്തിലും. അത് സത്യമാണ്, അത് അങ്ങനെ വരികയുള്ളൂ. പക്ഷെ MDMA പോലുള്ള മാരകമായ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളല്ലാതാക്കും. അതാണ് ഇതിനകത്തുണ്ടായ ആ ഒരു കാരണമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. മയക്കുമരുന്നുകൾ പല രൂപത്തിലുള്ള MDMA മാത്രമല്ല, MD പറയുന്നത് ഒരുപാട് ഈ കുത്തിവെക്കുന്ന ഡ്രഗ്സ് ആയാലും ഏത് തരത്തിലുള്ള ഡ്രഗ്സ് ആയാലും അതൊക്കെ നിങ്ങളല്ലാതാക്കി മാറ്റും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവിച്ചിരിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള ഈ ഒരു കുറ്റകൃത്യം, ഒരു സംഭവം ആ കുഞ്ഞ് നേരിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയി. തലക്കേറ്റ ആ ഒരു ആഴത്തിലുള്ള മഴ കൊണ്ടുള്ള ആക്രമണത്തിന് ചെരിഞ്ഞ് വീഴുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ വെട്ടിന്. ഞാൻ പറഞ്ഞ സത്യം, എനിക്ക് എന്റെ അറിവ് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം മഴ പോലുള്ള ഒരു ആയുധം കൊണ്ട് തലകിട്ടൊക്കെ അത്രയും ഒരു ആഴത്തിൽ ഒരു വെട്ട് കിട്ടി ആ സെക്കൻഡ് തന്നെ മരിച്ചു പോകും. വേദന പോലും അറിയത്തില്ല, സത്യബദ്ധമായ കാര്യം. പക്ഷേ ആ കുട്ടി ഒരു തരത്തില് സുഖമരണമായിരുന്നു പ്രതീക്ഷിക്കും. കാരണം പേടി ഉണ്ടായിട്ടില്ല. കാരണം സ്വന്തം അച്ഛനാണ്. സ്വന്തം അച്ഛന് ആയുധം കൊണ്ട് വന്നാലും ഒരിക്കലും വിചാരിക്കുന്നില്ല എന്നെ ആക്രമിക്കാനാണ്, അല്ലെ എന്നെ കൊല്ലാനാണ് എന്നാ കുഞ്ഞൊരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സ്വന്തം അച്ഛനാണ് കൊന്നെന്നുള്ള തിരിച്ചറിവ് പോലും ആ കുഞ്ഞിനുണ്ടായെന്ന് വരത്തില്ല. ദുഃഖമാണ് തോന്നുന്നത്. കാരണം നമ്മൾ മുമ്പൊന്നും കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ സമൂഹം ഇപ്പൊ പലതരത്തിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അത് ഈയിടെയായിട്ടാണ് ഈ ലഹരിയുടെ ഉപയോഗം മൂലം ഒരുപാട് ഇതുപോലുള്ള ക്രൈംസ് നമ്മുടെ കടയിൽ ഉണ്ടാവുന്നത്. ഇതിനൊരു ഒരു എന്താ പറയാ നിയന്ത്രണമല്ല, ഇത് വേരോടെ പിഴുതെറിയപ്പെടണം. നിങ്ങളിപ്പോ ലഹരി ഉപയോഗിക്കുന്നത് MDMA ആണ്. ഏത് കിണ്ടി നമുക്ക് എടുത്തു പറയാൻ എനിക്ക് അത് മാത്രമേ അറിയാൻ പാടുള്ളൂ. പലതരത്തിലുള്ള സാധനങ്ങളുള്ളതൊക്കെ സ്റ്റാമ്പ് എന്തൊക്കെയാണ് അല്ലല്ലോ, പൊടികൾ മൂക്കിക്കൂടെ വയ്ക്കും. അത് നമ്മുടെ പണ്ട് കൊണ്ടേ ഉള്ളത്.
ബ്രൗൺ ഷുഗർ കേട്ടോ, ഓക്കെ, എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ലഹരിയായാലും ഈവൻ മദ്യം പോലും നിരോധിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങളെ നിനക്ക് പറയുന്നത് എന്ത് യോഗ്യതയാടാ, വെള്ളം അടിച്ചോണ്ട് നീ ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ? ഈ ഒരു ചോദ്യം ഞാൻ എന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം വിടാൻ പോകുന്നത്. കാരണം എനിക്കിത് പറയാൻ യോഗ്യതയില്ല. എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് എനിക്കിത് പറയാനുള്ള യോഗ്യതയില്ല കാര്യം ഞാൻ സമ്മതിക്കുന്നു. കാരണം ഈ ഒരു കാര്യത്തെ കുറിച്ചും ഇങ്ങനൊരു ബോധവത്കരണം നമുക്ക് പറയാനുണ്ട് എനിക്ക് യോഗ്യത ഇല്ല. കാരണം ഞാൻ ഈ സാധനം കഴിച്ചുകൊണ്ട് പറയുന്നത് ഒരിക്കലും എനിക്കത് യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു ഉത്തമ ചിന്ത എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിർത്താൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്, the theme of this channel is going to be change. ഞാനത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു, അതിനുശേഷവും ഇപ്പോഴും വെള്ളവടി വീഡിയോ തന്നെ വരുന്നത്. നമുക്ക് കുറച്ച് ടൈം വേണം മറ്റൊരു ആശയത്തിലേക്ക് കടക്കാൻ. നമുക്ക് കുറച്ച് പ്ലാനിങ്സ് ഉണ്ട്. നമുക്ക് ചാനൽ അങ്ങനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അങ്ങനെ നിർത്തി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി നീഡ് ടൈം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ എപ്പോഴും ഇത് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ ഏത് വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. മദ്യത്തിന് അടിമയായ ഒരു വ്യക്തിയായിട്ടുള്ള ഞാൻ ഈ പറയുന്നത്. മദ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മദ്യത്തെ കുറിച്ചുള്ള ദോഷഫലങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മദ്യം കൊണ്ടുവരുന്ന ദുരുപയോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ മദ്യത്തിന്റെ ദുരുപയോഗങ്ങളെ പോലെ അല്ല ഇന്നത്തെ കാലത്തെ മാരകമായിട്ടുള്ള ഡ്രഗ്സിന്റെ ദുരുപയോഗം. അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, സ്വന്തം കുഞ്ഞിനെ പോലും 6 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുക, അതിക്രൂരമായി പൈശാചികമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ള വിഷമം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. അത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലം. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ നിമിഷം പോലും. നാട്ടുകാരെ വീണ്ടും മുമ്പിൽ പോയി അവൻ ഇങ്ങോട്ട് ഇറക്കുക സാറേ, ഞങ്ങൾ കണ്ട് തല്ല് തരട്ടെ. കാരണം എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നെക്കാൾ ഒരുപാട് വികാരമുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. അതുകൊണ്ടാണ് അവരെങ്ങനെ പ്രവർത്തിച്ചത്. അവർ കേസിനെ ഒന്നിനെ അവർ പേടിക്കുന്നില്ല. കേസ് വന്നാൽ നിങ്ങൾ പോലീസുകാർ തല്ലി ചതച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല, അവരിട്ട് കൊടുക്കാനെണ്ണ അതേ മനോഭാവമാണ് എനിക്കുള്ളത്. അവരുടെ കൊടുക്കുക മാത്രമല്ല, കൊല്ലാൻ പാടില്ല. അവരെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എളുപ്പം അവരെ ഈ ലോകത്ത് അവരെ ഏറ്റവും കിട്ടാൻ അവന് ഇപ്പോഴത്തെ നിലയിൽ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, ആ ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷയാണ്. അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ള മരണമാണ്. അതവൻ ഒരിക്കലും പാടില്ല. അവൻ ഇഞ്ചിഞ്ചായിട്ട് വെണ്ണീറായി പുഴുത്തരിച്ചവൻ മരിക്കണം. അവന്റെ കുഞ്ഞിനെ അവൻ എത്ര വാത്സല്യത്തോടെ അവൻ വളർത്തിയതാണ് അല്ലേ? എത്ര വാത്സല്യത്തോടെ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവൻ എന്തോരം സന്തോഷിച്ചിട്ടുണ്ടാവും. ആ കുഞ്ഞ് അവന്റെ കൺമുമ്പിൽ വളരുമ്പോൾ അവൻ എന്തോരം സന്തോഷിച്ചിട്ടുണ്ടാവും. ഓരോ ദിവസവും അവന്റെ കൂടെ അവന്റെ വാഹനത്തിൽ അവന്റെ ബൈക്കിൽ ആ കുഞ്ഞിനെ എത്തി അവൻ പോകുമ്പോൾ അവൻ എന്തോരം സന്തോഷിച്ചിട്ടുണ്ട്. ആ കുഞ്ഞും അവന്റെ ഭാര്യ മരിച്ചുപോയി, മരിച്ചതല്ല തൂങ്ങിച്ചത്തു, അവന്റെ ഈ ലഹരിയുടെ അടിസ്ഥാനമായിരിക്കും. അതിനെക്കുറിച്ചും അന്വേഷണം വരുമെന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, പറയാൻ വാക്കുകളില്ല ഗൈസ്, ഒന്നുമില്ല പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഒരു പച്ചയായ മനുഷ്യന് ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. മാറണം, അടപടലം മാറണം, സ്ട്രോങ് ആക്ഷൻ വേണം. ഇപ്പൊ കാണിക്കുന്ന പരിപാടി അല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത്. സ്ട്രിക്റ്റ് ആവണം. ഇതേപോലെ അടിയിടിയൊന്നുമല്ല, നിയമം പൊളിച്ചെഴുതണം. എങ്കിൽ മാത്രമേ, നിയമം പൊളിച്ചെഴുതിയിട്ട് കാര്യമില്ല. കാരണം ഈ ലഹരി പദാർത്ഥങ്ങൾ, ലഹരി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് ഡീപ്പ് റൂട്ടുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. മനസ്സിലായോ? വളരെ റയറായിട്ട് അല്ലെങ്കിൽ എപ്പോഴും പിടിക്കുന്നുണ്ടാവും. MDMA ആയിട്ട് യുവാവ് അറസ്റ്റ്, MDMA ആയിട്ട് സീരിയൽ നടന്ന അറസ്റ്റ്, MDMA ആയിട്ട് ഡോക്ടർ അറസ്റ്റ്, MDMA ആയിട്ട് വിദ്യാർത്ഥികളുടെ അറസ്റ്റ്, എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ ഹോസ്റ്റ് എവിടെ, ഇതിന്റെ പ്രധാനികളെ നിയമത്തിനൊന്നും തൊടത്തില്ല. കാരണം നിയമത്തിന് അറിയാം ആരാണ്, എന്താണ്, എന്താ, എല്ലാ കാര്യവും അറിയാം. ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന്റെ എല്ലാം സർക്കുലേഷൻ നടക്കുന്നത്. ഗവൺമെന്റിലുള്ള പല ഉന്നതരും എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പക്ഷെ അവരതിനെ തൊടത്തില്ല. അതിന്റെ പുറമേ ഉള്ള സർക്കിളിലുള്ള ആൾക്കാരെ, പുറമേയുള്ള ദുർബലരായിട്ടുള്ള കണ്ണികളെ മാത്രം പിടിച്ചകത്തിടും. എന്നിട്ട് അത് ക്രെഡിറ്റ് ആയിട്ട് കാണിക്കും.
കാറ്റിച്ച് തുപ്പാണ് വേണ്ടത് നമ്മുടെ ഈ ചെയ്യുന്ന പ്രവൃത്തിയോട്. ഞാനിപ്പോ ഈ കിടന്ന വായ വെച്ചുകൊണ്ട് വളരെ കുറച്ചു പേര് കാണും, അത്രയേ ഉള്ളൂ, എനിക്കറിയാം. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ ഒരാളെങ്കിലും ഇത് തിരിച്ചറിവുണ്ടായി ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കേൾക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ലഹരി ഉപയോഗം നിർത്തിയാൽ അത്രയും നല്ലത്. അതാണ് എന്റെ നിശ്ചയം. അത്ര എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ ഡ്രങ്കൻ, താങ്കൾക്കാരും മദ്യപിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഈ ഒരു അതിദാരുണമായിട്ടുള്ള സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറയണം. കാരണം യു ആർ റെസ്പോൺസിബിൾ, നിങ്ങൾ ഒരു പൗരനാണ്, താങ്കൾ പറഞ്ഞേ പറ്റും. കാണിച്ചത് വെറും വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് മദ്യലഹരിയിലാണോ അത് ഇതുപോലുള്ള സാധനങ്ങൾ കഴിച്ചിട്ടാണോ MDMA പോലുള്ള? അല്ല, അതിനകത്തൊരു വിഷയമല്ല. അവൻ മദ്യപിക്കുന്ന ഒരു വ്യക്തി അല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആണല്ലേ? അധികം മദ്യപിക്കാറില്ല എന്നാൽ നാട്ടുകാർ ഇപ്പൊ പറയുമ്പോഴത്തേക്ക് അവന് വല്ല മാനസിക രോഗമാണെന്ന് പറയും. അതെ, അല്ലാതെ ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് അവര് പാർട്ടി സപ്പോർട്ട് ഉണ്ട്, അവൻ ആ ഒരു ഗ്യാപ്പിൽ ഇറക്കാനുള്ള രീതി ശ്രമം നടത്തുന്നുണ്ട്. അവൻ മാനസിക രോഗിയാണ്. നിങ്ങൾക്കറിയാം, പ്രമാദമായ പല കേസുകളും കൊലപാതകങ്ങളും ആ വ്യക്തിക്ക് പ്രതിക്ക് മാനസിക രോഗം ആണെന്നുള്ള ഒരു ഗ്യാപ്പില് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുകയാണ്. ഈ ഒരു കേസിലും അങ്ങനത്തെ അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നുണ്ടായത്. അതൊന്നും നടക്കുന്ന മക്കളെ, ഈ നാട്ടില് നിയമത്തിന്റെ പുറമെ സത്യമുണ്ട്, ജനങ്ങളുടെ സത്യം. അതിലൊന്നും വിലയില്ലെന്ന് അറിയാം, എങ്കിലും എല്ലാ കാര്യത്തിലും ദൈവം ലൂപ്പ് ഹോൾസ് വെക്കുമല്ലോ. അത് ഈ കാര്യത്തിലും ഉണ്ടാവും. നമ്മൾ പണ്ട് ഫോർ ദ പീപ്പിൾ സിനിമയൊക്കെ കണ്ടില്ലേ, അതൊക്കെ വേണം എന്നാണ് എന്റെ അഭിപ്രായം. ആ ഫോർ ദ പീപ്പിൾ ഒരാൾ ഞാൻ ആയാലും എനിക്ക് സന്തോഷമുള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഡ്രാഗൻ ഉണ്ടാവും. ഉണ്ടാകുമോ? താങ്കളുടെ അഭിപ്രായം എന്താ ഡ്രാഗൻ? ഇതിപ്പോ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും പോകത്തില്ല. കാര്യം ഒരു പ്രായമായ അല്ലെങ്കിൽ ഒരു പുള്ളി ഭാര്യനെ അല്ലെങ്കിൽ വേറൊരാളെ അതുപോലുള്ള പെൺകുട്ടിയെ കൊല്ലുന്ന പോലല്ല ഇപ്പൊ ഈ ഞാൻ കേട്ടത് വെച്ചിട്ട് നോക്കുമ്പോ ഒരു മകളെ കൊല്ലുക അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുമ്പോഴത്തേക്ക്, കാരണം അമ്മ പോലും ഇല്ലാത്തൊരു കുഞ്ഞ്, അച്ഛനും മോളും കൂടെ മാത്രം ജീവിക്കുക. അതെ അതെ, നാട്ടുകാരെ തന്നെ പറഞ്ഞില്ല അവരെ വീട്ടുകാരെ. ഇതേ സെയിം സംഭവമായിരിക്കും ഇവരെ കൊണ്ടുപോയി ജയിലിൽ ഇടുമ്പോഴും കാണുന്നത്. ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ജയിലിൽ അവനെ കുമ്മ ഇടുമല്ലോ, ഒരു രക്ഷയില്ല പോലെ അവനെ ഇടിച്ച് നശിപ്പിച്ചോളൂ. ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. പാർട്ടിക്കാർ പോലും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഘാതകന്റെ അമ്മയായിപ്പോയ നിർഭാഗ്യ സ്ത്രീയാണ് അവർ. അവരോടി വന്നു തടയാൻ ശ്രമിച്ച അവരുടെ തലയിൽ വെട്ടിയല്ലോ ഈ തന്തയില്ലാത്തവൻ. അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം അർഹിക്കുന്നില്ല അവൻ വേറൊരു വാക്കും. അവരുടെ തലയിൽ വെട്ടി അവരും അത്യാസന്റെ നിലയിൽ കഴിയുന്നു. എന്നിട്ട് അവൻ വന്ന ജനങ്ങളോട് പറയുന്നു, അന്തസ്സായിട്ട് ഒരു ക്രെഡിറ്റ് ആയിട്ട് അവൻ പറയുന്നു, ഞാൻ എന്റെ മോളെ കൊലപ്പെടുത്തിയത്, വെട്ടിക്കൊന്നു. കൊലപ്പെടുത്തുന്നില്ല, വെട്ടിക്കൊന്നു. അതിലവൻ എന്താണോ കണ്ടെത്തിയത്, എന്താണാ നീ നേടിയത്? ഈ വീഡിയോ എങ്ങനെയെങ്കിലും, ഈ വീഡിയോ ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും അവന്റെ ചെവിയിലെത്തിക്കും. ഇതുപോലെ വേറെ ആരും പറഞ്ഞു കാണത്തില്ല. പല യൂട്യൂബേഴ്സും പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ ആ രീതിയിലേ പറയത്തുള്ളൂ. കാരണം നമ്മൾ അത്ര ഹൃദയസ്പർശിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, ഞാൻ ഒരിക്കലും അർഹപ്പെടുന്നില്ല. പക്ഷെ ഈ ഒരു സാധനം ഞാൻ കൈകൊണ്ട് തൊടുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ പോലും ചാനലിൽ വളരെ പെട്ടെന്ന് തന്നെ, കാരണം നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം തീരുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ ചാനലിൽ നിന്നും ഒഴിവാക്കിയേ തീരും. കാരണം ഞാൻ ബ്ലൂ ലേബൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചുമ്മാ അങ്ങ് കളയാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പേർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്യുമെന്ന്. അതുകൊണ്ട് അതും കൂടെ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ധാരണയിൽ ഞാനും ഡ്രങ്കിന് എത്തുന്നതായിരിക്കും. അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ മിസ്റ്റർ ഡ്രങ്കൻ ജി, ഇന്നത്തെ വീഡിയോ ഇത്തിരി ഹാർഡ് കോർ വീഡിയോ ആണ്. ആ ലാസ്റ്റ് പെക്കൻ ഒഴിച്ചേക്ക്, ലാസ്റ്റ് റൗണ്ട് മൈക്കോടി. നിറച്ചൊഴിച്ചോ, അത് പതയാടോ, ബാക്കിയോട് ഒഴിടോ. അത്രയും ബാക്കി വെക്കുന്ന ആ കുപ്പിക്ക് ഒരു വേദോഷം സംഭവിക്കും. വല്ല 300 ആയിരിക്കും. ഇനി അത് അന്വേഷിച്ച് ആ കുപ്പി മുഴുവൻ തപ്പി നമ്മൾ സമയം കളയാൻ പറ്റും.
അപ്പൊ ഫൈനൽ സ്റ്റേജസിലേക്ക് കിടക്കും. യെസ്, എല്ലാം പറഞ്ഞില്ല. ഇനി ആ ടോപ്പിക്ക് നമുക്ക് വിടാം. ഇല്ല, വിട്ടു. സമാധാനം എന്നുള്ളത് കാര്യമാണെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് വിടുക. ഓക്കെ, നമുക്കപ്പോ ഫൈനലിലേക്ക് കിടക്കാം. അതെ, ഒരുപാട് വികാരഭരിതനായി പോയെങ്കിൽ ക്ഷമിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയാതെ വയ്യ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പലർക്കും വെറുപ്പ് തോന്നിയെങ്കിൽ ക്ഷമിക്കണം. കാരണം പറയും, ഈ ഒരു കാര്യം ഏവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലഹരി അതിനും മാത്രം നമ്മുടെ സമൂഹത്തെ കീഴടക്കി കഴിഞ്ഞു. കാരണം ഇത് വിതരണം ചെയ്യുന്ന തെണ്ടികൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത്, അവരതെല്ലാം നേടിക്കഴിഞ്ഞു. അവർക്ക് പണം മതി. മനസ്സിലാക്കുക, നിങ്ങളിൽ പലരും ലഹരി ഇതുപോലെ പല ഉപയോഗങ്ങളുള്ള പല ഗുണങ്ങളുള്ളെന്ന് അവന്മാർ പ്രചരിപ്പിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളിൽ വിതരണം ചെയ്യുന്നത് അവന്മാർക്ക് ഉദ്ദേശം എന്താ? അവർക്ക് അതിൽ നിന്ന് ലാഭം ചെയ്യണം. അത്രേ അവരുടെ വിചാരമേ ഉള്ളൂ. ചിലപ്പോ അവരിത് ഉപയോഗിക്കുന്നത് പോലും ഇല്ലായിരിക്കും. മനസ്സിലായി, അവര് നിങ്ങൾക്ക് തരും, പക്ഷെ അവർക്ക് ഇതിന്റെ ദോഷഫലങ്ങൾ അറിയാതെ അവരും ഉപയോഗിക്കുന്നില്ലായിരിക്കും. അവർ അന്തസ്സായിട്ട് അല്ല, അതിനെ കുറിച്ച് പണ്ടുകൊണ്ടേ പറയും, ബുദ്ധിയുള്ളവരും കുടിക്കത്തില്ല, കുടിപ്പിക്കത്തേ ഉള്ളൂ. തന്നെ പോലെ എന്ന് വലിയ പറയും. അപ്പൊ അതാണ് നിങ്ങൾ ആ ഒരു തത്വം മനസ്സിലാക്കണം. നിങ്ങളല്ല, ഇത് ഏതെങ്കിലും ഒരുത്തം കേൾക്കുന്നതിന്റെ അവരുണ്ടായി പറയുന്നത്. നിങ്ങളെ കയ്യിലുള്ള കാശ് വേണ്ടി ഊറ്റിയെടുത്തിട്ട് അവന്മാർ അന്തസ്സായിട്ട് അവരുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു. നിങ്ങളോ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരെ പോലും കൊലപ്പെടുത്തി നിങ്ങളുടെ ജീവിതം ജയിലിനകത്താക്കി പോകും. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കും. ജയിലിനകത്ത് പോയി വെളിവ് വരുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കും. എല്ലാം നഷ്ടപ്പെട്ടല്ലോ ദൈവമേ, എന്തിനു വേണ്ടിയെന്ന്. The final cheers. ഡ്രങ്കനും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടേ തീരൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി ഇനി കുറച്ചു കാലം കൂടെ ഉള്ളൂ ബ്രാൻഡുകൾ, അല്ലേടോ? പുതിയൊരു ബ്രാൻഡുമായി MD and Dragon will be joining in the next video. So എല്ലാവർക്കും good night and cheers.